ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ടൊരു യാത്ര പോയാലോ ഗായ്സ്? അതെ ഗായ്സ്, ഫൈനലി നമുക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷുക്കുട്ടിക്ക് വെക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇഷുക്കുട്ടിക്ക് 1.5 മാസം വെക്കേഷനാണ്. പിന്നെ ഇക്കാക്ക് വന്നിട്ട് 45 days ആണ് ലീവ് സാങ്ഷൻ അയക്കുന്നത്. അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് ഗായ്സ്. ഫസ്റ്റ് എന്താ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരാനുള്ള ക്യാനാണ് കേട്ടോ ഇത്. ഈ ക്യാൻ വന്നിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ക്യാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇരിപ്പുള്ളതുകൊണ്ട് പഴയ ക്യാൻ ഞാൻ എടുക്കുകയാണ്. പിന്നെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയും ബാഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ നമുക്ക് ആവശ്യമുള്ള പെട്ടിയും ബാഗൊക്കെ എടുക്കുന്ന പരിപാടി ഇക്കാക്കുള്ളതാണ് കേട്ടോ. പൊക്ക ഇല്ലാത്തത് കൊണ്ട് എനിക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഇക്ക നമുക്ക് കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുകയാണ്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗിനകത്ത് നമുക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു ബാഗ് ആവശ്യമുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകാൻ ഒരു മീഡിയം സൈസ് ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഈ ഒരു ബാഗിനകത്താണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വലി മറ്റേമാടെ പെട്ടിയാണ് കേട്ടോ. ഈ പെട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ 3 വരെ ഡ്രസ്സ് ആ ഒരു പെട്ടിക്കകത്ത് കൊള്ളും. ഈ ബാഗിനകത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഡസ്റ്റ് അലർജിയാണ് ഗൈസ്. ഈ പഴയ സാധനങ്ങൾ എടുത്ത മേൽഭാഗം എല്ലാം ഫുള്ള് ചൊറിഞ്ഞ് കണ്ണൊക്കെ വീർത്തൊരു പരുവാവും. അതുകൊണ്ട് ഞാൻ അധികം പൊടിയൊന്നും എൻ്റെ മേത്ത് തട്ടാതെ സാധനങ്ങളെല്ലാം എടുത്ത് ഇക്കാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഇക്കാൻ്റെ പട്ടാളത്തിൻ്റെ സാധനങ്ങളാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബെഡും ബാഗും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ തിരിച്ച് അതെല്ലാം പറക്കി അങ്ങ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഭാഗം അങ്ങ് അടച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ടേബിളെല്ലാം പിടിച്ച് പഴയ സ്ഥാനത്ത് തന്നെ ഇട്ടു. പാക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി വീട് കുളമാവും. പിന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം അവിടെ എവിടെയും പിടിച്ചിട്ടാൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബാഗിൽ ഇത് ഫുള്ള് പൂത്തിരിക്കുക. അങ്ങനെ ഞാൻ നേരെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അത് കഴുകാനായിട്ട് ഇട്ടു. ഇതിനകത്ത് അങ്ങനെ പടപട അടിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ നല്ല വൃത്തിയായിട്ട് അത് കഴുകി വന്നേട്ടോ. പിന്നെ നമ്മുടെ ഈ ബാഗിൻ്റെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എത്ര പൊടിയടിച്ച് വെച്ചിരുന്നാലും നമ്മൾ കുറേ കാലം ഇത് എടുക്കാതിരിക്കുന്നതുകൊണ്ടാവും ഇങ്ങനെ പൊടിയും മറാലേക്ക് അതിൽ പിടിക്കും. അങ്ങനെ അതെല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ക്യാൻ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഒരു സ്മെല്ല് പോലെ. അങ്ങനെ ഞാൻ വീണ്ടും നന്നായിട്ട് കഴുകി അത് വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത പെട്ടി പാക്കിംഗ് ആണ്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒരു മൂലയിൽ ഇതുപോലെ ഒതുക്കി വെച്ചിട്ട് കൂടുതൽ ഇഷുക്കുട്ടിൻ്റെ ഡ്രസ്സാണ് ഉള്ളത് കേട്ടോ. കാരണം നാട്ടിൽ ഇഷുക്കുട്ടിൻ്റെ ഡ്രസ്സൊന്നും ഇരിപ്പില്ല. എൻ്റെ ഇക്കാൻ്റെയൊക്കെ കുറേയൊക്കെ നാട്ടിലിരിപ്പുണ്ട്. പിന്നെ ഇഷുക്കുട്ടിൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഇതുപോലെ ബാഗിനകത്താക്കി വെക്കുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനും ഈസിയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി അടുക്കി പറക്കി വെക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്ത് വന്നിട്ട് ഈ ഒരു ബാഗിനകത്ത് അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ കുറച്ച് CST സാധനങ്ങൾ, നെബുലൈസർ, പിന്നെ ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടി പാക്കിംഗ് കഴിഞ്ഞു ഗായ്സ്. അടുത്ത് നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കിച്ചനെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്താലോ ഗായ്സ്? ഇതാ കണ്ടില്ലേ, നമ്മുടെ കിച്ചനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഗായ്സ്. ഫുള്ള് സാധനങ്ങളും കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. കിച്ചൺ ഫുള്ള് കാലിയാക്കി ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങളെല്ലാം എവിടെ പോയെന്നല്ലേ? എവിടെയും പോയിട്ടില്ല ഗായ്സ്, ഇവിടെ തന്നെയുണ്ട്. എല്ലാം ഇതുപോലെ കഴുകി കമത്തി വെച്ച് ഉണക്കിയിട്ട് കബോർഡിനകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ രാത്രിയിലത്തെ ഫുഡ് റെഡിയാക്കണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 1:30 മണിയായി കേട്ടോ രാത്രി. എന്നിട്ടാണ് ഞാൻ പിന്നെ രാത്രിയിലത്തെ ഫുഡ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഫുഡെന്ന് വെച്ചാൽ ലെമൺ റൈസും ചിക്കൻ ഫ്രൈയും, പിന്നെ വന്നിട്ട് അന്നത്തേക്ക് ദിവസം പൊതിച്ചോറും കിട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. കാരണം ലെമൺ റൈസ് ഉണ്ടാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചെങ്കിലും ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കേടായിപ്പോവും. അപ്പോൾ ലെമൺ റൈസ് ഇതുപോലെ ഉണ്ടാക്കി ഞാൻ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തണുക്കാനായിട്ട്. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഫുഡെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. മുട്ട വറുത്തത്, ചിക്കൻ ഫ്രൈ, പൊട്ടറ്റോ, പിന്നെ വന്നിട്ട് മാങ്ങ ചമ്മന്തി, മാങ്ങ അച്ചാർ, ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ട വറുത്തത് കുറച്ച് അധികം ഉണ്ട്. കാരണം നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ് അന്നത്തെ രാത്രി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത പോകാനുള്ള സമയമായി. അങ്ങനെ റെഡിയായി നമ്മുടെ കാർ വന്നു. കാറിൽ കയറി പോവുകയാണ്. ഞാൻ അപ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് നോക്കുന്നത് കണ്ണാടിയിൽ. കണ്ടില്ല ഗൈസ്, കണ്ണൊക്കെ ഫുള്ള് വീങ്ങിയിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇഷിക്കുട്ടി നല്ല ഉറക്കമായിരുന്നുകൊണ്ട് അവളും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ എത്തുന്നത്. നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് അതെ. അപ്പോൾ ഇഷുക്കുട്ടിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഉറക്കക്ഷീണം. അങ്ങനെ നമ്മൾ ട്രെയിനകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എണീറ്റ് ചോറ് കഴിക്കുകയാണ്. ഈ പ്രാവശ്യം രാത്രി എങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്താണെന്നറിയില്ല ഗൈസ്, ചോറിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു.
അത് കഴിഞ്ഞ് ഇഷിക്കുട്ടി നമ്മൾ സോഷ്യൽ ഇവൻറ്റിന് പോയപ്പോൾ ഒരു ക്ലേ വാങ്ങിയില്ലേ, ആ ഒരു ക്ലേ ആണിത്. അത് ട്രെയിനിലിരുന്ന് കളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് ഉടനെ ക്ലേയാണ് ചോദിച്ചത്. അങ്ങനെ ഇതുപോലെ ഫ്ലവറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുറേ നേരം അവൾ അതിൽ ഓരോന്നുണ്ടാക്കി കളിച്ചായിരുന്നു കേട്ടോ. അവളുടെ റൂമിയുടെ പർപ്പിൾ കളർ ഫ്ലവറാണെന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ കണ്ടില്ലേ, പഞ്ചാബിൽ ഇപ്പോൾ ചൂടായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഗൈസ്, ഫുൾ ഇതുപോലെ പുറഭാഗമൊക്കെ കരിഞ്ഞു ഉണങ്ങി എന്താ ഒരു മരുഭൂമിയുടെ ഒരു വ്യൂ പോലെ നിൽക്കുക. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഒരു വടാപ്പാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ കഴിച്ചില്ല, കാരണം എനിക്ക് വന്നിട്ട് ഗ്യാസിൻ്റെ ഇഷ്യൂ ആണോ, എനിക്ക് ട്രെയിനിൽ കയറിയ മുതൽ വയറാകെ പ്രശ്നമായിരുന്നു. അന്ന് നമ്മൾ കിടന്നിറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു വടാപ്പാവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യേശുക്കുട്ടി രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് പപ്പേൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കോലമാണ് കേട്ടോ അത്. അങ്ങനെ പഞ്ചാബൊക്കെ വിട്ട് കുറച്ച് നോർത്ത് സൈഡ് വിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്, ചെറുതായിട്ടൊരു പച്ചപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ലെമൺ റൈസാണ് കഴിച്ചത്, ലെമൺ റൈസും ചിക്കൻ ഫ്രൈയും. ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഉണ്ടാക്കിയത് കൊണ്ടാണോ ക്ഷീണിച്ചുണ്ടാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല ഗൈസ്, ഇപ്രാവശ്യത്തെ ഫുഡിനൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫുഡ്. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചിട്ട് 2-3 വാ വെച്ചെന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കൂടുതലും നമ്മൾ ഈ ടണലിൽ കൂടെയാണ് പോകുന്നത്, ഈ തുരങ്കത്തിലൂടെ. അപ്പോൾ തുരങ്കത്തിൽ ഇങ്ങനെ കയറുമ്പോൾ ഫുൾ ഇതുപോലെ ഇരുട്ടാവും. അപ്പോൾ ഇഷിക്കുട്ടിക്ക് എന്തോ പേടി പോലെയാണ്, പപ്പ എനിക്ക് പേടിയാവുന്നെന്ന് പറയും. തിരിച്ച് വീണ്ടും വെട്ടം വരുമ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് ഹാപ്പിയാവും. അപ്പോൾ പുറത്ത് നല്ല സീനായിട്ട് മമ്മ വീഡിയോ പിടിക്കുക, പുറത്ത് നല്ല ഭംഗിയുണ്ട്, നോക്ക് മമ്മ എന്നാണ് പറയുന്നത്. സത്യത്തിൽ പുറത്ത് ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്, കണ്ടില്ലേ? അതുപോലെ അടിപൊളി വ്യൂ ആയിരുന്നു. കഴിഞ്ഞ എൻ്റെ നാട്ടിൽ നിന്ന് പഞ്ചാബി നാട്ടിലോട്ട് വരുന്ന വീട്ടിൽ ഞാൻ ഈ ഭാഗം കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഉക്ഷി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഈ ട്രെയിൻ യാത്രക്കിടയിൽ വെളിയിലൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അതായത് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഇറങ്ങും, അങ്ങനെയല്ല ഇതിൻ്റെ ഇടയിൽ ഇറങ്ങുന്ന പരിപാടിയില്ല. അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് എന്നെയും പിടിച്ച് വെളിയിൽ ഇറക്കിയതാണ് കേട്ടോ. ഞാനിങ്ങനെ എനിക്കിങ്ങനെ യാത്രക്കിടയിൽ ഇറങ്ങിയപ്പോൾ എന്തോ പോലെ. പക്ഷേ സത്യത്തിൽ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞിട്ട് കിടന്നുറങ്ങി, പക്ഷേ ഇക്കാനെ പിടിച്ച് വെളിയിൽ ഇറക്കി കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി കേരളത്തിലെത്തിയിരിക്കുന്നത് ഗൈസ്. 3ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് രാവിലെ ഉറക്കം എണീച്ചപ്പോൾ കണ്ടപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ആ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമല്ലേ. നമ്മളിങ്ങനെ കളിയാക്കും ഹരിതാപവും പച്ചപ്പും എന്നൊക്കെ, പക്ഷെ അതൊന്നും കളിയാക്കലല്ല ഗൈസ്, അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി മേക്കപ്പൊക്കെ ഇട്ടു സുന്ദരി പണികളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളയിട്ട് ഇറങ്ങിയേക്കാണ്. അങ്ങനെ ഇഷുക്കുട്ടിയാണെങ്കിൽ ഇച്ചു വീട്ടിലെത്താവുന്നതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ കൊടുമുടിയിലാണ് ഗൈസ്. അങ്ങനെ ഞാൻ എന്തോ അന്നേരം ഇങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മുഖത്ത് കുറച്ചൊരു വിഷമമുണ്ട്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങൾ, അതായത് നമ്മുടെ ബാഗെല്ലാം നമ്മൾ ഇതുപോലെ എടുത്ത് ഒതുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇരുന്നത്, അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് കാലിയായപ്പോൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടൊന്ന് വെച്ചു. ഇവിടെ ഇതാണ് റെഡിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊരു പ്രൈവസി കിട്ടുമല്ലോ, അങ്ങനെ ഇരുന്നത്. അങ്ങനെ നമ്മൾ കേരളത്തിലോട്ട് ഇങ്ങനെ എത്തി നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നതിൻ്റെ ആ ഒരു ഫുൾ എക്സൈറ്റ്മെൻറ്റ് പീക്ക് ലെവലിലാണ്. ഇങ്ങനെ നമുക്ക് ഈ എറണാകുളം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ എത്തും എന്ന് വെച്ചാൽ എറണാകുളത്ത് പിന്നെ 4 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ അങ്ങ് എത്തിയാൽ മതി എന്നൊരു ഫീലിംഗ് സ്റ്റാർട്ടാകും ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ എടുക്കുമ്പോൾ കയറുന്ന യാത്ര നിർത്തുമ്പോഴാണ് നമ്മുടെ അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചുവേളി വരെയാണ് ഈ ട്രെയിൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ലഗേജ് എല്ലാം വെളിയിൽ ഇറക്കിയിട്ട് നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ അധികം ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂലിക്കാരെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. ഇക്കാക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ടാക്സിയൊക്കെ വരുന്ന സ്ഥലം എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്തോട്ട് കയറാണ്. കാരണം അനിയത്തിക്ക് ഡെലിവറി അടുത്തിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ആർക്കും വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് അടുത്താണ്, അപ്പോൾ നമ്മൾ ഊബർ എടുത്തങ്ങ് വന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വിളിക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗൊക്കെ കാറിനകത്ത് കയറ്റുകയാണ്. അങ്ങനെ വീടെത്തി എല്ലാവരെയും കണ്ട് സംസാരിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി കേട്ടോ. എന്നിട്ട് എന്നാലും ഇടയ്ക്കിങ്ങനെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലിപ്സുകൾ ചേർത്താണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനൊരു വലിയൊരു പള്ളിയുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ പള്ളിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പോവാണ്. നാട്ടിൽ നിന്ന്
പഞ്ചാബിൽ നിന്ന് ഇവിടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ നാട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷവും പ്രസരിപ്പും. അങ്ങനെ നമ്മുടെ ആ വീടെത്താറാവുന്ന ആ ഒരു വളവില്ലേ, നമ്മുടെയൊക്കെ ചെറിയ ആ ഒരു ഭാഗം കാണുമ്പോഴത്തേക്ക് നമ്മുടെ വീടെത്താറായി ഇപ്പോൾ എല്ലാവരെയും കാണാം. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഗൈസ്. വീഡിയോ കോൾ ചെയ്ത ആൾക്കാരെ കാണുമെങ്കിലും നമുക്ക് ആ നേരിട്ട് അവരെ കണ്ട് അവർ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അതൊരു മനസ്സിനകത്തൊരു വല്ലാത്ത സന്തോഷമല്ലേ. അങ്ങനെ ഫൈനലി നമ്മുടെ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വാപ്പ കടയിലുണ്ടായിരുന്നു, ഉമ്മ വീട്ടിനകത്തായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ വാപ്പയുടെ ഷോപ്പ്. വാപ്പ നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടില്ല, പിന്നെ ഇക്കായും ഞാനും വെളിയിറങ്ങിയതിന് ശേഷമാണ് വാപ്പ കണ്ടത് കേട്ടോ. അങ്ങനെ വാപ്പ ഇങ്ങനെ ഓടി വരികയാണ്. ഇഷ്കുട്ടീൻ്റെ വാപ്പക്ക് ജീവനാണ്. ഇപ്പച്ചി എന്ന് വിളിച്ചാലും അവൾക്ക് കണ്ടില്ലേ വാപ്പയുടെ സന്തോഷം. വാപ്പ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടി ഇഷിക്കുട്ടി ഇക്കാൻ്റെ വാപ്പച്ചിയുടെ അടുത്തോട്ട് പോയിട്ട് ഇപ്പച്ചി നമ്മൾ ട്രെയിനിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറയാണ്. മമ്മമ്മ എവിടെ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നേരെ ഉമ്മ വീട്ടിനകത്തായിരുന്നു. അവിടെ എന്തോ AC റിപ്പയർ ചെയ്യാനായിട്ട് ആരോ വന്നിട്ട് AC സർവീസിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവരുടെ പിറകെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഉമ്മ കണ്ടില്ലായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ഇഷിക്കുട്ടിക്കാണെങ്കിൽ മമ്മമ്മയെ കാണാൻ വേണ്ടി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അകത്തോട്ട് പറക്കാണ്. ഉമ്മയെ കണ്ടുടനെ ഉമ്മ നേരെ വിളിച്ചുകൊണ്ട് പോവാണ്. മമ്മമ്മ എൻ്റെ ചക്ക എവിടെ? കാരണം ട്രെയിനിൽ നിന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഇച്ചുകുട്ടിക്ക് വേണ്ടി ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇതുപോലൊരു ചക്കപ്രാന്തത്തെയും ഞാൻ കണ്ടിട്ടില്ല. ചക്കയെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. ഇതുപോലെ പെട്ടെന്ന് 2-3 ചക്ക എടുത്ത് കഴിച്ചിട്ട് ഇടയ്ക്ക് വന്നിട്ട് ചോക്കായി. അങ്ങനെ പിന്നെ നമ്മൾ പേടിച്ചു ഇങ്ങനെ തട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുക ചെയ്തത്. ആക്രാന്തം മൂത്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചക്ക എടുത്തു. നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പ്ലാവുമ്മ നട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കാച്ചതാണ് കേട്ടോ. തേൻ വരിക്ക നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കയായിരുന്നു ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ നമുക്ക് കുടിക്കാനായിട്ടൊരു മാതളം ജ്യൂസ് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വിത്തൗട്ട് ഷുഗറൊന്നും ചേർക്കാതെ. ഇതാണ് എൻ്റെ അനിയത്തി കേട്ടോ. അവൾക്ക് ഈ മന്ത് ഡെലിവറിയാണ്. അങ്ങനെ നമ്മൾ മാതളം ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ സ്റ്റേ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്, പേൾ നെസ്റ്റിൽ. ഇവിടെ ജസ്റ്റ് ഉമ്മായി അനിയത്തിക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇഷുകുട്ടി കറിക്കിടന്ന് നല്ല ഉറക്കമായി. ഇനിയിപ്പോൾ ഇച്ചു വീട്ടിൽ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി മമ്മ, ഞാൻ യാത്ര ചെയ്ത് ടയേർഡായെന്നും പറഞ്ഞിട്ട് അവൾ ഉറക്കമായി. അങ്ങനെ ഫൈനലി നമ്മൾ അവനവഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഈ ഒരു അവനവഞ്ചേരി കാണുമ്പോഴില്ലേ എനിക്ക് എൻ്റെ നൊസ്റ്റാൾജി എല്ലാം ഇങ്ങനെ ഓർമ്മ വരും. കാരണം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമല്ലേ ഇത്. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ പേൾ നെസ്റ്റ് എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നേരെ നമ്മുടെ കാർ അകത്തോട്ട് കയറ്റുവാണ് കേട്ടോ. നമ്മൾ യൂബർ എടുത്തിട്ടാണ് വന്നത്. കാർ ഗേറ്റൊക്കെ തുറന്നിടാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പക്ഷേ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ ചെടിയൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷിക്കുട്ടി നേരെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ സാറയെ നോക്കുകയാണ് കേട്ടോ. ഇന്ന് സാറമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാറ ഓടിച്ചു കുട്ടി എന്ന് പറഞ്ഞ് വന്നിട്ട് കെട്ടിപ്പിടിച്ച ഒരു സന്തോഷമായിരുന്നു അവിടെ. ഇന്ന് അവളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരുമാണ് അവർ തമ്മിൽ 8 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൊച്ചാക്കച്ചിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കൊച്ചാക്കച്ചിയുടെ വകയായിരുന്നു ഫുഡൊക്കെ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ഗൈസ്. നമ്മുടെ കൊച്ചാക്കച്ചി ചേർത്താത്ത സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ സാലഡ്, പപ്പടം, അച്ചാർ, പായസം ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഊണായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം ബീഫ് കഴിക്കുകയാണ്. നമ്മുടെ പഞ്ചാബിൽ ബീഫ് എന്ന് പറഞ്ഞാൽ അടിയും കൂടെ കിട്ടുമല്ലോ അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ സുലഭമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ നല്ല ഒരു പീസ് ബീഫൊക്കെ എടുത്ത് വെച്ച് നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കുകയാണ്. മറ്റേമാണെങ്കിൽ പപ്പടമൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. 8 മാസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ ബീഫ് കഴിക്കുന്നത്. എന്നേക്കാളും ബീഫ് ഭ്രാന്ത് ഇക്കായാണ്. ഇക്കാക്ക് ബീഫ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ ഞാൻ ആസ്വദിച്ചിരുന്നു നമ്മുടെ ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് മോള് വന്നിട്ട് എന്ത് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. സാറയുടെ ഇഹാക്കുട്ടൻ്റെ ബർത്ത്ഡേ വന്നിട്ട് 5 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ 2 പേർ കൂടെ ചേർത്ത് ഒറ്റ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സാറമോളുടെ ബർത്ത്ഡേ ദിവസമാണ് സെലിബ്രേഷൻ നടക്കുന്നത്. അങ്ങനെ ഇഷുക്കുട്ടിയും പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാമിസ് കൂട്ടനും ഉണ്ട് കേട്ടോ, അനസിൻ്റെ മോൻ. അങ്ങനെ എല്ലാ പേരും കൂടെ നിന്ന് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഹണി കേക്കാണ് വാങ്ങിയത് കേട്ടോ.
എനിക്ക് പക്ഷേ ഈ ഹണി കേക്ക് അത്ര ഇഷ്ടമല്ല. ബാക്കി ഇവിടെ ഉള്ളവർക്ക് എല്ലാം ഈ ഹണി കേക്കിൻ്റെ ആരാധകരാണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. നല്ല ക്ഷീണമായിട്ടുണ്ട്. ഇനി കിടന്നൊന്ന് വിശാലമായിട്ട് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ പേൾ നെസ്റ്റ് വീണ്ടും ചാലുവാക്കണം ഗായ്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.